തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട സുപ്രധാന തീരുമാനങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മുണ്ടത്തിക്കോട് വെടിമരുന്ന് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പൂരത്തിന്റെ ആഘോഷപ്പൊലിമ പൂർണ്ണമായും കുറച്ച് ആചാരങ്ങൾ മാത്രം നിലനിർത്തിക്കൊണ്ട് പൂരം നടത്താനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ പൂരക്കാലത്തെ ഏറ്റവും വലിയ മാറ്റം വെടിക്കെട്ടിന്റെ കാര്യത്തിലാണ്. സാമ്പിൾ വെടിക്കെട്ടും പ്രധാന വെടിക്കെട്ടും ഉൾപ്പെടെയുള്ള എല്ലാതരം വെടിക്കെട്ടുകളും ഇത്തവണ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ്. പൂരപ്പറമ്പിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുള്ള ഒരാഘോഷവും അനുവദിക്കില്ലെന്ന കർശന നിലപാടിലാണ് സർക്കാർ. ഈ വിഷയത്തിൽ നിർണായകമായ നിലപാടാണ് ദേവസ്വങ്ങളും സ്വീകരിച്ചിരിക്കുന്നത്. തങ്ങളുടെ പക്കൽ വെടിക്കെട്ട് സാമഗ്രികൾ നിലവിലില്ലെന്നും അതിനാൽ വെടിക്കെട്ട് വേണ്ട എന്ന തീരുമാനത്തോട് സഹകരിക്കുന്നുവെന്നും തിരുവമ്പാടി ദേവസ്വം അറിയിച്ചു. എന്നാൽ പ്രധാന വെടിക്കെട്ട് നടത്തണമെന്ന ആവശ്യം പാറമേക്കാവ് ദേവസ്വം ഉന്നയിച്ചിരുന്നെങ്കിലും സർക്കാർ അത് അംഗീകരിച്ചില്ല. കൂടാതെ വെടിക്കെട്ട് കരാറുകാരനെതിരെ എടുത്തിട്ടുള്ള കേസുകൾ ഒഴിവാക്കണമെന്ന ആവശ്യവും പാറമേക്കാവ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നിലവിൽ ശേഖരിച്ചു വെച്ച വെടിക്കെട്ട് സാമഗ്രികൾ നിർവീര്യമാക്കുന്ന കാര്യത്തിൽ പിന്നീട് തീരുമാനമെടുക്കും. പൂരപ്രേമികളെ സംബന്ധിച്ച് ഏറെ ശ്രദ്ധേയമായ മറ്റൊരു തീരുമാനം കുടമാറ്റത്തിന്റെ കാര്യത്തിലാണ്. സാധാരണ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന പൂരത്തിന്റെ ഈ പ്രധാന ആകർഷണം ഇത്തവണ വെറും 18 മിനിറ്റായി ചുരുക്കി. സാധാരണയായി 1000-ഓളം കുടകൾ മാറുന്ന സ്ഥാനത്ത് ഇത്തവണ വളരെ കുറച്ച് സെറ്റ് കുടകൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. സ്പെഷ്യൽ കുടകളുടെ എണ്ണം പരിമിതിപ്പെടുത്തിക്കൊണ്ട് കുടമാറ്റം പേരിന് മാത്രമായുള്ള ഒരു ചടങ്ങായി ഒതുങ്ങും. പൂരപ്പറമ്പിലെ വലിയ ജനക്കൂട്ടം ഒഴിവാക്കാനും ലാളിത്യം നിലനിർത്താനുമാണ് ഈ നടപടി. അതേസമയം പൂരത്തിന്റെ നാദവിസ്മയമായ മേളങ്ങളുടെ കാര്യത്തിൽ ആശങ്ക വേണ്ടതില്ല. മഠത്തിൽ വരവ്, ഇലഞ്ഞിത്തറ മേളം, പഞ്ചവാദ്യം തുടങ്ങിയ പ്രധാന മേളങ്ങളെല്ലാം പതിവ് പോലെ തന്നെ നടക്കും. പൂരത്തിന്റെ ഭാഗമായുള്ള മറ്റെല്ലാ ആചാരപരമായ ചടങ്ങുകളും മാറ്റമില്ലാതെ നിലനിർത്താനും യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. എഴുന്നള്ളിപ്പിന്റെ കാര്യത്തിൽ ഒരു ആനയെ മാത്രം ഉപയോഗിക്കണമെന്ന നിർദ്ദേശം ഉയർന്നു വന്നെങ്കിലും ദേവസ്വങ്ങളുടെ ആവശ്യം പരിഗണിച്ച് 15 ആനകളെ തന്നെ അണിനിരത്തി ആചാരപരമായ എഴുന്നള്ളിപ്പ് നടത്താനാണ് സർക്കാർ അനുമതി നൽകിയിട്ടുള്ളത്. യോഗ തീരുമാനങ്ങൾ പ്രകാരം കർശനമായ നിയന്ത്രണങ്ങൾ പാലിക്കാൻ പോലീസിനും മറ്റു ഉദ്യോഗസ്ഥർക്കും സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വെടിക്കെട്ടില്ലാത്ത കുടമാറ്റത്തിന്റെ ദൈർഘ്യം തീരെ കുറഞ്ഞ പൂരമായിരിക്കും ഇത്തവണത്തേത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മിറർ.